ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു പണി ചെയ്യാൻ പോവാണ്. നമ്മൾ സ്ലിപ്പ് ത്രെഡ് കൊണ്ട് മാല ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പം കം ഓൺ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഗൈസ്, ഞാനിത് എന്തൊക്കെയോ വീഡിയോ ഒക്കെ കണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷെ എന്തായാലും നമുക്ക് പഠിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ആദ്യം വേണ്ടത് തന്നെ എന്താണ് സ്ലിപ്പ് ത്രെഡ്. ഓക്കെ, നമുക്കിവിടെ ഈ സ്ലിപ്പ് ത്രെഡ് ഉണ്ട്. പിന്നെ വേണ്ടത് ഒരു ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലക കഷ്ണം അല്ലെങ്കിൽ എക്സാം പാഡോ അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇതെൻ്റെ അമ്മയുടെ നൈറ്റിയാണ്. ഞാൻ വീട്ടിൽ നടക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും. നല്ല കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറിക്കറന്ന് നടക്കാം. ഇത് ഇനി നമ്മൾ എന്തോ ഞാൻ വീഡിയോ എന്തോ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ 60 റൗണ്ട്സ് എന്തോ എടുക്കണം തോന്നുന്നു. എന്താവോ എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഈ നൂല് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇത് നൂലാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കണം. ഓക്കെ, നമുക്ക് ചുറ്റി എടുക്കാമേ. ഗൈസ്, നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഭയങ്കര ഒരു ആർട്ടിസ്റ്റിക് പേഴ്സൺ ആണെന്നൊക്കെ. ആക്ച്വലി നോ, ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ക്രാഫ്റ്റ്സ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൊച്ചൊന്നും അല്ല. ഞാൻ എന്ത് ചെയ്താലും കണ്ടോ ഗൈസ്, ഇത് കുരുങ്ങി ഇത്രയും നൂല് വേസ്റ്റ്. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റും. ഓക്കെ, നമ്മൾ തളരത്തില്ല. ഓക്കെ, നമ്മൾ തളരത്തില്ല. 1 2 3 4 5 6 7 8 9 10 11 അസൈൻമെന്റ് ആണ് ഗൈസ്. ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്കുള്ളൊരു അസൈൻമെന്റ് ആണ് ഇത്, സ്ലിപ്പ് ത്രെഡ് കൊണ്ട് മാല ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ചെയ്യുന്ന ഗൈസ്, അല്ലാതെ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല. കണ്ടോ ഗൈസ്. അപ്പൊ ഗൈസ്, ഞാൻ പശ ഒട്ടിച്ചിട്ടുണ്ട്. പശയാണെങ്കിൽ എനിക്ക് സൂപ്പർ ഗ്ലൂവേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക ചെയ്യേണ്ടത്. അപ്പം ഒട്ടിച്ചിട്ട് അങ്ങനെ ഇതുപോലത്തെ 3 എണ്ണം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ എല്ലാം 3 എണ്ണം ഉണ്ടാക്കി. എന്നിട്ട് ഗൈസ്, നമ്മളിത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കണം 3 എന്നിട്ട് ഇത് പിന്നണം. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ ഇങ്ങനെ റൗണ്ട് എടുത്തില്ലേ, അത് 60 അല്ല വേണ്ടത്, കുറച്ചുകൂടെ വേണം. അതുകൊണ്ട് ഞാൻ 60 എടുത്തോണ്ട് ഇത് ഇത്രയും മെലിഞ്ഞിരിക്കുന്നു. സോറി ഗൈസ്, ഇന്നലെ എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ക്ഷമയൊക്കെ പോയി, മൊത്തം ദേഷ്യമായി. പക്ഷെ എങ്ങനെയൊക്കെ ഞാനത് ചെയ്തെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഓക്കെയാണ് ഗൈസ്. അപ്പോൾ അതങ്ങനെ ഒന്നുമില്ല, അങ്ങനെ പിന്നെ എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ചു. എല്ലാം ഉടായിപ്പാണ് ഗൈസ്, എല്ലാം ഉടായിപ്പ്. എന്നിട്ട് ഈ ഒരു കൊളുത്തി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് വെച്ച്. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ ബീഡ്സും കൂടി ഇങ്ങനെ കോർത്ത് ഇങ്ങനെ എടുത്തു ഗൈസ്. വേറെ ഏതെങ്കിലും വീഡിയോ ഉണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ ചെയ്യുന്നത്. അലമ്പാടേ അലമ്പ. കണ്ടോ ഗൈസ്, നൂലൊക്കെ എഴുന്നു വരുന്നുണ്ട്. അപ്പം ഇങ്ങനൊന്നും അല്ല ചെയ്യണ്ടേന്നുള്ള വീഡിയോ ആണ് ഗൈസ് ഇത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഇത് ഗൈസ്, ഇപ്പൊ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു ശബ്ദം കേട്ടായിരുന്നല്ലോ, അത് മറ്റൊന്നുമല്ല, എൻ്റെ അമ്മയുടെ ചിരിയാണ്. അത് ഞാൻ ഭയങ്കര കോമഡി ആയതുകൊണ്ട് എൻ്റെ കോമഡി ഒക്കെ കേട്ട് ചിരിച്ചത്. പേടിക്കണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ.